ദേശം മാറുന്നതിനനുസരിച്ച് ഭാഷയും മാറുന്നു പറഞ്ഞ പോലെ നിങ്ങൾ ഈ കാണുന്നതിന് നമ്മൾ കണ്ണൂർ പത്തിരി എന്നാണ് കേട്ടോ പറയല്. അപ്പോൾ ഒരു പത്തിരി പെട്ടെന്ന് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് പുഴുങ്ങലരി ഏകദേശം ഒരു 1-2 മണിക്കൂർ നല്ലോണം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഇതിപ്പോൾ നല്ലോണം കുതിർന്ന അരിയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഇനി വേണ്ടത് ജീരകം, തേങ്ങ, കുറച്ച് കുഞ്ഞുള്ളി. പെരുംജീരകമാണ് വേണ്ടത്, പക്ഷേ കൈമലില്ലാത്തത് കൊണ്ട് കുഞ്ഞു ജീരകമാണ് എടുത്തിന് കേട്ടോ, സാധാ ജീരകം. അത് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അരി അരച്ചെടുക്കാം. അത് നല്ല പേസ്റ്റ് രൂപത്തിലാവണ്ട, ചെറിയ തരി രീതിയിൽ. അപ്പം അത് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ തേങ്ങയും കുഞ്ഞുള്ളിയും ജീരകവും എല്ലാം നന്നായിട്ട് പേസ്റ്റായിട്ടും അരച്ചെടുക്കുക. ആ അരക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിടാൻ വേണ്ടിയിട്ട് മറക്കാൻ വേണ്ടി പാടില്ല. കല്ലുപ്പാണ് കേട്ടോ ഇടണ്ട്. ഇനി എന്താ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അരച്ച് വെച്ചത് നമ്മൾ മുന്നേ അരച്ച് വെച്ചതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് കൈ കൊണ്ട്, വേറെ എക്സ്ട്രാ സ്പൂണോ തവിയോ ഒന്നും എടുക്കണ്ട, നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. പക്ഷേ അതിന് മുന്നേ നമ്മളെ ബാറ്റർ കുറച്ചൊരു ലൂസ് പരുവായതുകൊണ്ട് തന്നെ കുറച്ച് പിട്ടുപൊടി നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതും കൂടെ ചേർത്തിട്ട് വേറെ ടേസ്റ്റിനൊന്നും കാര്യമായിട്ടുള്ള മാറ്റോ കാര്യങ്ങളൊന്നും വരില്ല, അതൊന്നും ടെൻഷൻ വേണ്ട. അപ്പം ഇങ്ങനെ സംഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞു തന്നത് കൂടി. അപ്പം അങ്ങനെ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രൂപത്തിൽ ഒരു വലിയൊരു ഉണ്ടയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കയ്യിൽ തന്നെ ചെറിയ ചെറിയ ബോളാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്കാണ് നമ്മളത് കുഴച്ചാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ള പത്തിരീൻ്റെ കുഴച്ചെടുക്കുന്ന ആ ഒരു രൂപം എന്ന് പറയുന്നത്. ഇനി ഒന്നും പണിയില്ല, ഗ്യാസ് തുറന്ന് ഒരു കടായി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് പരത്തി കൊടുക്കുക. അതിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തത്, അപ്പം നമുക്ക് ഈസി ആയിട്ട് അത് അതിൽ നിന്ന് അടർത്തി എടുക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ നല്ല പ്ലാസ്റ്റിക് കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് എടുത്ത് അതിലേക്ക് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ കുഞ്ഞ് ഒരു റൗണ്ടായിട്ട് പരത്തി കൊടുത്ത് നമ്മൾ എണ്ണയിലേക്ക് ഇടും. അപ്പോൾ ആ എണ്ണയിലേക്ക് ഇടുമ്പം തന്നെ അതിങ്ങനെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. അത് കാണാൻ തന്നെ പ്രത്യേക ഭംഗിയാണ്. അതൊന്ന് കുറച്ചൊരു ബ്രൗൺ കളറാകുമ്പോൾ, ഒരു റെഡിഷ് കളർ ആകുമ്പോൾ തന്നെ നമ്മളത് തിരിച്ചിട്ട് നമുക്കത് കോരിയെടുക്കാൻ വേണ്ടി പറ്റും. എന്തായാലും ഞാൻ 100% ഉറപ്പ് തരാം, ഏകദേശം നമുക്ക് അത്രയും പെട്ടെന്ന് സോക്ക് ചെയ്യാനുള്ള ആ ഒരു താമസം മാത്രമേ നമുക്ക് വേണ്ടൂ. ബാക്കിയെല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതിന് അഡീഷണലായിട്ട് വേറെ കറീൻ്റെ ഒന്നും ആവശ്യം എനിക്കും അമ്മക്കൊന്നും പേഴ്സണലി ഉണ്ടാവാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്രയും ടേസ്റ്റാണ്. പക്ഷേ ചിക്കൻ കറി ഉണ്ടായി, അതുകൊണ്ട് നമ്മൾ ചിക്കൻ കറിയും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. എന്തായാലും നല്ല ചിക്കൻ കറിയും ചൂട് പത്തിരിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്തായാലും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി ഡിഷ് കൂടിയാണിത്.